കാരണം വഴിയെ പോകുന്നവർക്ക് മുഴുവൻ നിങ്ങൾ ട്രൗസർ വെച്ചുകൊടുത്ത് എല്ലാവരെയും പിടിച്ച് RSSന്റെ ശാഖയിലാക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാരനെ RSSലെടുത്തു, ആങ്കറെ RSSലെടുത്തു, വഴിയെ പോകുന്ന എല്ലാവരും വേറെ ചർച്ച നടത്താം. കണ്ണൂർ വീസി പുറത്തു പോയത് ഗവർണർ എന്ന് പറയുന്ന എങ്ങനെയാണ് പുറത്തായത്? ആ ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് പുറത്തായത് അഫ്സൽ. അവിടെ വേറെ ഒരു ടെക്നിക്കാലിറ്റി പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് പുറത്തായത്. സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റ് പോയത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് പറ്റിയ പണി എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് പറ്റിയ പണി ഞങ്ങളുടെ ശാഖയിലെ മുഖ്യ വിഷയമാണ്. കാരണം വഴിയെ പോകുന്നവർക്ക് മുഴുവൻ നിങ്ങൾ ട്രൗസർ വെച്ചുകൊടുത്ത് എല്ലാവരെയും പിടിച്ച് RSSന്റെ ശാഖയിലാക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാരനെ RSSലെടുത്തു, ആങ്കറെ RSSലെടുത്തു, വഴിയെ പോകുന്ന എല്ലാവരും നിങ്ങളിപ്പോൾ ശാഖയിൽ ചേർത്ത് RSSകാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ സമ്പർക്ക പ്രമുഖ പോലും നിങ്ങളുടെ അത്രയും പണി ആ വിഷയത്തിൽ എടുക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് വഴിയെ പോകുന്നവരെ എല്ലാവരും പിടിച്ച് ഇങ്ങനെ RSSലേക്ക് ചേർക്കുന്നതിന്. പിന്നെ ഗവർണർ കാര്യത്തിലേക്ക് വരാം യുവരാജ്. അല്ല, അത് ഞാൻ കാലിക്കറ്റിലേക്ക് തിരിച്ചു വരും. പക്ഷെ അതൊരു വെല്ലുവിളിയുടെ സ്വരമാണ് ഗവർണർ നടത്തിയത്. അല്ല, വെല്ലുവിളിയുടെ സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോൺവോയ് മുഴുവൻ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് നേരിട്ട് പോയിട്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അഫ്സൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഗവർണറുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമുക്കറിയാം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പോയി പ്രൊവോക്ക് ചെയ്തു, അദ്ദേഹം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മുഖ്യമന്ത്രി കാണിക്കുന്നില്ലേ കടക്ക് പുറത്ത് ദൂരേക്ക് പോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ച് തള്ളുന്നു. എന്തൊക്കെ കാര്യം മുഖ്യമന്ത്രി കാണിക്കുന്നുണ്ട്? മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം എന്ന പരാമർശം അല്ല, രക്ഷാപ്രവർത്തനം രണ്ടാമത്തെ വിഷയം. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? ജനസമ്പർക്കം എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ട് മുഖ്യമന്ത്രി കുറച്ച് പൂരപ്രമുഖരുമായിട്ട് എവിടെയോ ഇരുന്ന് വട്ടമേശയിലിരുന്ന് അദ്ദേഹം അണ്ടിപ്പരിപ്പും കാഷ്യൂ നട്ടും ഒക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. ആൾക്കാരെ മുഴുവൻ ഒരു കൗണ്ടർ ഇട്ട് അപ്പുറത്തല്ലേ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഒരാളെ പോകാൻ പോലും പരാതിയുമായിട്ട് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അപ്പോഴാണ് ഇവർ ഗവർണറെ ആക്രമിച്ചിട്ട് ഗവർണർ പ്രതികരിച്ചത്. സ്വാഭാവികമായിട്ട് പ്രതികരിക്കുന്നേ. അപ്പം നമുക്കൊരു മനുഷ്യനല്ല, ഒരു മനുഷ്യൻ ആ സാഹചര്യത്തിൽ എങ്ങനെയാ പ്രതികരിക്കുക, എങ്ങനെയാ പ്രതികരിക്കാതിരിക്കുക എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നമുക്കത് അതിനകത്ത് ഇവിടെ വിഷയം എന്താണോ ആ വിഷയത്തിൽ നിന്ന് ചർച്ച മാറ്റുക. ആ വിഷയത്തിൽ നിന്ന് ചർച്ച മാറ്റി പരമാവധി ഇതിനെ എടുത്തിട്ട് RSS വൽക്കരിക്കാൻ ശ്രമിക്കുന്നു, കായ്വൽക്കരിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇവർ വിദ്യാഭ്യാസത്തിനെ സംരക്ഷിക്കാൻ, കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവരെന്തോ പോരാടാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർ 4, 3, 7 പേര് മാത്രമേ ഇപ്പോൾ പോരാടാൻ കേരളത്തിൽ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സത്യം. ശരിയാണ് അഫ്സൽ പറയുന്നത്. വേറെ ആരുമില്ല, ബാക്കിയുള്ളവരൊക്കെ നാട് വിട്ട് പോയിന്നേ. കേരളത്തിലെ ഇപ്പോൾ 50% സയൻസ് സീറ്റുകൾ പോലും ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലുള്ളത്. പഠിക്കണമെന്നും രക്ഷപ്പെടണമെന്നുള്ളവരൊക്കെ കേരളം വിട്ട് നാട് വിട്ട് എവിടെയൊക്കെ പോയി കഴിഞ്ഞു. നിങ്ങൾ സംരക്ഷിച്ചാണ് കേരളത്തിൻ്റെ സർവകലാശാലകളും ക്യാമ്പസുകളും മൊത്തം ഈ അവസ്ഥയിൽ ആയിക്കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ചും കൂടിയും സംരക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ വേറെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ കേരളത്തിന്റെ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ നിലവാരത്തിൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. യുവരാജ്, നിങ്ങൾക്ക് SFIയുടെ സമരചരിത്രം അറിയില്ല, അതാണ് പ്രശ്നം. അതാണ് ഗവർണറുടെയും പ്രശ്നം. ഗവർണർ ഡൽഹിയിൽ പോയി പറയുന്നുണ്ട്, ഞാൻ ഇനിയും വരും, 16-ാം തീയതി കാലിക്കറ്റിലേക്ക് പോവുകയാണ്, എന്റെ കാറിന്റെ മുന്നിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇനിയും ഞാൻ കാറിന് വെളിയിൽ ഇറങ്ങും, ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന് യുവരാജ്. പക്ഷേ അത് SFI നേരിടുമെന്നാണ് അഫ്സൽ പറയുന്നത്. SFI അറിയില്ല എന്ന്. അല്ല, ശ്രീ മഞ്ജുഷൂരിക്ക് ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളതാണ്. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞു കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം, അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ ഗവർണർക്ക് കേന്ദ്ര സർക്കാരിന്റെ ലിസ്റ്റ് കൂടെ അനുകൂലിക്കാൻ വേണ്ടി കഴിയും, അനുവദിക്കാൻ വേണ്ടി കഴിയുമെന്ന്. കേന്ദ്ര ഗവൺമെന്റ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഇന്ന ആളുകളെ നിയമിക്കണം അല്ലെങ്കിൽ നോമിനേറ്റ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തിരുന്നോ? ഇല്ല, അങ്ങനെ BJP നേതാവിന്റെ അറിവിലുണ്ടോ? അഫ്സലേക്ക് താങ്കൾ സംസാരിക്കുന്ന ഭാഷയിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ആ ശൈലി, ആ സ്ലാങ് പിടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വളരെ മാന്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ പറഞ്ഞു എന്താണ് ഇവിടെ കേരളത്തിന്റെ സർക്കാരാണ് ഭരിക്കുന്നത്, അപ്പോൾ കേരള സർക്കാർ പറയുന്നവരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ താങ്കളോട് പറഞ്ഞതാണ് അത് കൺകറന്റ് ലിസ്റ്റിലാണ്, അത് കേരള സർക്കാരിന് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തന്നെയാണ് കേന്ദ്രത്തിലും ഭരിക്കുന്നത് എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ താങ്കളോട് അവിടുത്തെ ലിസ്റ്റ് വന്നുവെന്നോ ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തുവെന്നോ അതനുസരിച്ചാണ് ഗവർണർ നിയമനം നടത്തിയെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം താങ്കൾ പറയാം. കേട്ടില്ല, എന്താണ് കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും നിയമിക്കാനുള്ള സ്ഥാനത്തിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള പേര് എവിടെ നിന്ന് ലഭിച്ചു? നിങ്ങൾ ഗവർണർ അല്ലേ പറയേണ്ടത്, ഞാനാണോ പറയേണ്ടത്?
ഞാനെന്താ എവിടുന്ന് ഗവർണറുടെ ലഭിച്ചു ഗവർണർക്ക് വക്താവാണോ? പേര്? ഞാനെന്താ അവസ്ഥയിലെ ഗവർണറുടെ വക്താവാണോ? നിങ്ങൾ ഗവർണറുടെ ഞാൻ കൈ ഗവർണറുടെ വക്താവല്ല. താങ്കൾ ചാൻസലറുടെ പറഞ്ഞതിന് കൈ ഒരു ഒഴിഞ്ഞോ? ടെക്നിക്കൽ ഫോൾട്ട്, അല്ല, ടെക്നിക്കൽ എറർ നിങ്ങളുടെ ചൂണ്ടിക്കാണിച്ചതേ സംസ്ഥാന ഉള്ളൂ. പ്രസിഡന്റ് അല്ലാണ്ട് ഞാൻ ഗവർണറെ ഗവർണറുടെ സംരക്ഷിക്കുന്നു വക്താവായിട്ടല്ല ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അത് നിങ്ങളുടെ ഗവർണറാണ് സംസ്ഥാന പറയേണ്ടത്, പ്രസിഡന്റ് ഞാനല്ല പറയേണ്ടത്. നിങ്ങളുടെ ഓക്കെ, നിങ്ങളുടെ ഇനി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനല്ലേ മിസ്റ്റർ ഇതാ ഗവർണറെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത്? അല്ല, ഗവർണറെ അപ്പൊ സംരക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് പറയാൻ ഗവർണറെ ബാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഗവർണർ നിങ്ങൾ ഇന്ത്യയിലെ ഒരു എവിടുന്ന് ഭരണഘടനാ കിട്ടി പദവിയാണ്. ഗവർണർക്ക് CPM ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് നിയമനം നടത്തിയില്ല എന്ന് പറഞ്ഞ് ഗവർണറെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും BJP സംരക്ഷിക്കണമെങ്കിൽ ഓഫീസിൽ കൊടുത്ത ലിസ്റ്റ് സംരക്ഷിക്കും. നടത്തണോ? കേട്ടില്ല. CPM ഓഫീസല്ല, VC-മാർ കൊടുത്ത ലിസ്റ്റാണ്. അല്ല, കേരളത്തിലെ VC-മാരുടെ വൈസ് ലിസ്റ്റേ ചാൻസലർമാർ കൊടുക്കുന്നത് കൊടുത്ത ലിസ്റ്റാണ്. CPM AKG സെന്ററിൽ നിന്നാണ്. അത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ കണ്ണൂർ BJP VC പുറത്തു വന്ന ഓഫീസിലെ സാഹചര്യം ലിസ്റ്റ് ഉണ്ടായത്. അംഗീകരിച്ചത് അഫ്സലെ, കണ്ണൂർ VC എങ്ങനെയാ പുറത്തു പോയത്? എവിടെ നിന്ന് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചായിരുന്നു അല്ല, കണ്ണൂർ കണ്ണൂർ VC